എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരോടും തുറന്ന് പറഞ്ഞതിന് ശേഷം റൂമിലേക്ക് വരുന്ന ദേവയാനിക്ക് ഭയങ്കര സങ്കടമാട്ടോ. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. അന്നേരം സങ്കടവും ദേഷ്യവും എല്ലാം കാരണം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായതുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. അന്നേരം ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം നയനെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം തുറന്ന് പറയേണ്ടി വന്നു അല്ലേ അമ്മയെന്ന്. അന്നേരം ദേവേനെ പറയും, പിന്നെ പറയാതെ മോളുടെ തലയെ തൊട്ട് എനിക്ക് കള്ളസത്യം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് എല്ലാം തുറന്നു പറഞ്ഞത്. അവളുമാർ കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ പുറകെ നടക്കുന്നത്. അതുകൊണ്ടല്ലേ, ഏതായാലും കുഴപ്പമില്ല. ഇതൊന്നും മറച്ചു വെച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് മോൾക്കറിയാലോ. അതുകൊണ്ട് ഇപ്പം മനസ്സിനൊരു ആശ്വാസമുണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, അല്ലെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിയും ചോദിക്കുമായിരുന്നു എന്തിനാ ഇതിങ്ങനെ മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മറച്ചു വെക്കുന്നതെന്ന് മോൾക്കറിയാലോ. എന്നിട്ടും അതൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആദർശിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറയും. എന്നിട്ട് ദേവേന തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പം ആദർശിനെ എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർ വേറെ അന്വേഷണമായിട്ട് ഇറങ്ങുമായിരിക്കും. അങ്ങനെ അന്വേഷിച്ചിറങ്ങുവാണെങ്കിൽ അവളുമാർ അന്വേഷിച്ചറിയട്ടെ. അങ്ങനെ ഇറങ്ങാതെ ഇരിക്കുന്നതാണ് അവളുമാർക്ക് നല്ലത്. ഏതായാലും വരുന്ന പോലെ വരട്ടെ എന്നിങ്ങനെ പറഞ്ഞ് തന്നെ അങ്ങ് ആശ്വസിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് മറ്റു മൂന്നെണ്ണത്തിനെയാണ്, ജലജയും അനാമികയും ജാനകിയും. 3 പേർക്കും ഇതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ദേവയാനി നയനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാറി നിന്ന് 3 കുറ്റം പറയും കേട്ടോ. അന്നേരം ജാനകി പറയുന്നുണ്ട്, എന്നാലും ഏട്ടത്തി ഇതുപോലെ കള്ളത്തരം കാണിക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും ഓർത്തതല്ല. ഏട്ടത്തി എന്നോട്ടെ ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞു തുടങ്ങിയത് എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അതുതന്നെ അവരെ മരുമോളെ സ്നേഹിച്ചു തുടങ്ങി. എന്നിട്ട് നമ്മുടെ കൂടെ ഇരിക്കുമ്പം നമ്മൾ അവളെ ഓരോ കുറ്റം പറയുമ്പോൾ മനസ്സുകൊണ്ട് ചിരിക്കുമല്ലായിരുന്നു എന്നൊക്കെ പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏതായാലും നയന അവൾ പഠിച്ച കളിയാണ്, അതുകൊണ്ടാണല്ലോ അവൾ ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെന്ന്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത്. അപ്പം മുത്തശ്ശി ചോദിക്കും, നിങ്ങൾക്ക് 3 പേർക്ക് ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ ഞങ്ങളോട് ഇത്രത്തോളം കള്ളത്തരം കാണിക്കണ്ടായിരുന്നു, ഇതൊന്നും ഇങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ, സങ്കടം തന്നെയല്ലേ, പിന്നെ തുറന്നു പറഞ്ഞില്ലെന്ന് ഓർത്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം എന്നാലും ഇങ്ങനൊരു നാടകം നടത്തണ്ടായിരുന്നു, ഞങ്ങളോട് തുറന്നു പറയായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നാടകം നടത്തിയാലും അതിൻ്റെ അവസാനം നല്ലതല്ലേ സംഭവിച്ചത്. മരുമോളെ അമ്മായിമ്മ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്നോർത്ത് നിങ്ങളങ്ങ് സമാധാനിക്കുമല്ലേ വേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കും. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ദേവയാനി വയ്യാതെ കിടന്ന സമയത്ത് ദേവയാനിക്ക് കരൾ കൊടുക്കാൻ തയ്യാറായത് നയനമോളാണ്. അങ്ങനെ ചെയ്യുന്ന വേറെ ഏതെങ്കിലും മരുമക്കളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, അവൾ ആ കരൾ കൊടുത്ത് ഏട്ടത്തിയെ ആക്കിയതിലൂടെ മനസ്സിൽ ഉന്നം വെച്ചേക്കുന്നത് ഈ കുടുംബത്തിലെ സ്വത്ത് തന്നെയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സ്വത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്ന ആളല്ല നയനമോള്. ഈ കാര്യം നടന്നതിന് ശേഷവും ദേവയാനി അറിയണമെന്ന് മോള് മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ല. മോള് പറഞ്ഞിട്ടല്ല ദേവയാനി അറിഞ്ഞതും. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി അറിഞ്ഞില്ലെങ്കിലും ബാക്കി എല്ലാവരും അറിഞ്ഞല്ലോ, അത് മതി അവളുടെ ആഗ്രഹങ്ങൾ അവൾക്ക് സാധിച്ചെടുക്കാൻ എന്ന് പറയുക. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി അനാമികയോട് പറയുവാണ്, ഇവളുമാരുടെ കൂടെ മോളും കൂടുവാണെങ്കിൽ മോളുടെ ജീവിതത്തിലും ഉയർച്ചയൊന്നും ഉണ്ടാകുകയില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പം അനാമിക തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണോ? എന്നെ വെറുക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെയാണ് ഞാനിപ്പം ജീവിക്കുന്നത് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാകുന്നത്? അവളുടെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവളൊക്കെ ശ്രമിക്കുന്നത്, അപ്പോൾ സ്വത്ത് പുറത്തു പോവുകയല്ലോ എന്ന് പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീയൊക്കെ ഇങ്ങനെ ചിന്തിക്കും എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിന്നോടൊന്നും ഇതൊന്നും തുറന്നു പറയാതിരുന്നത്. ഇപ്പം തുറന്നു പറഞ്ഞപ്പം ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ, പിന്നെ എന്തിനായിരുന്നു പറയുന്നത്? അത് പറഞ്ഞില്ലെന്ന് ഓർത്ത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറേ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകും. അന്നേരം ജലജ പറയുവാണ്, എങ്ങനെയെങ്കിലും നയനെയും ദേവയാനിയും തമ്മിൽ തെറ്റിക്കണം, അങ്ങനെ നയനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എങ്കിലേ നമുക്ക് സമാധാനം കിട്ടുമെന്ന്. അത് ശരിവെക്കുന്നുണ്ട് ബാക്കി 2 പേരും. പിന്നീട് അനാമിക ഈ സങ്കടം സഹിക്കാൻ മേലാത്തതുകൊണ്ട് നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പം വേണുവും രേവതിയും കൂടെ പറയുന്നുണ്ട്, അന്നേ ഞങ്ങൾ പറഞ്ഞല്ലായിരുന്നു
പറയുന്നു ഇതൊരു നല്ല അവസരമാണ്, നീ അത് ചെയ്യുമെന്ന്. അന്ന് നിനക്ക് സാധിക്കില്ലായിരുന്നല്ലോ. അങ്ങനെ കഴിവുള്ള പെൺപിള്ളേര് അങ്ങനെ ചെയ്യുകയും ചെയ്തു. അവൾ ആ വീട്ടിൽ നല്ലൊരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. ഇപ്പം മനസ്സിലായില്ലേ, ഇങ്ങനൊരു കാര്യം നടന്നില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും അമ്മായിമ്മയും മരുമോളും യോജിക്കില്ലായിരുന്നു, ഒന്നിക്കില്ലായിരുന്നു. ഇപ്പം അവർ തമ്മിൽ ഒന്നിച്ചില്ലേ, കരല് കൊടുത്ത് നേടിയ ആ സ്നേഹം ഉണ്ടല്ലോ അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ ലോകത്ത് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇനി ആ നയനയായിരിക്കും എന്ന് വേണു പറയുമ്പം അനാമിക പറയുന്നുണ്ട് അത് അവർ പറയുകയും ചെയ്തു. ആദർശേനേക്കാളും അവരുടെ ഭർത്താവിനേക്കാളും ഒക്കെ അവർ സ്നേഹിക്കുന്നത് ഇപ്പം നയനയാണ്. അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നൊക്കെ പറയും. അന്നേരം രേവതി പറയുന്നുണ്ട് ചുമ്മാതാണോ ഞങ്ങളന്ന് നിന്റെ പുറകെ നടന്നേ, നിനക്ക് അന്നേരം കഴിയലായിരുന്നല്ലോ. ഇപ്പം കണ്ടില്ലേ കരല് കൊടുത്തിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പയറ് പോലെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ആ കുടുംബത്തിൽ നല്ലൊരു സ്ഥാനം കിട്ടി, അതുപോലെ കമ്പനിയിൽ പ്രമോഷനും ഒക്കെ കിട്ടി. ഇപ്പം അവളെ ഏതാണ്ട് ദൈവത്തെ പോലെയാണ് എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതുപോലെ കമ്പനിയിൽ നയന കളക്ഷൻ എന്ന് പറഞ്ഞൊരു വിങ് തന്നെയുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് വേണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സ്വർണത്തിന് ഇതുപോലെ വില കൂടി നിൽക്കുന്ന സമയത്തും അവളുടെ ഡിസൈൻസിന് വിലയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അവൾ നേടുവാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനാമികയ്ക്ക് ആകെ വിഷമം. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് അവർക്ക് കരൽ കൊടുത്തിട്ട് ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, ഏതായാലും അവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചതാണ്, അപ്പം പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് എങ്കിൽ ഈ രണ്ട് കാര്യവും കൂടെ പറയരുത്. അവൾക്ക് കഴിവുള്ളത് കൊണ്ട് കരൽ കൊടുത്ത് സ്നേഹം പിടിച്ചു പറ്റി, നിന്നെക്കൊണ്ട് അത് സാധിച്ചില്ല, ഇനിയിപ്പോൾ പിന്നെ എന്തിനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങ് എഴുന്നേറ്റ് പോകും. പോയി കഴിയുമ്പോഴത്തേക്കും രേവതി എടുത്തിരുന്ന് പറയുവാണ് മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, നീ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് എങ്ങനെയെങ്കിലും നിനക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുവാണ് അമ്മായിമ്മ മരുമോളെ സ്നേഹിച്ച് തുടങ്ങിയ പിന്നെ ആ വീട്ടിലോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. അന്നേരം രേവതി പറയും നിനക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ടെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് മോൾ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുക. പിന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. അപ്പം ആദർശ് നയനയോട് ചോദിക്കുവാണ് വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു എന്ന്. അപ്പോൾ ആദർശനോട് ആരാ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ഒളിപ്പിച്ച് വെച്ച വലിയൊരു സത്യമാണ് ഇന്ന് പുറത്തായത്. ഞാനും അമ്മയും സ്നേഹിക്കുന്നു എന്ന കാര്യം മാത്രമല്ല, ഞാനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തത് എന്ന കാര്യം കൂടി ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ, എല്ലാവരും അറിഞ്ഞത് നന്നായി എന്ന് പറയുക. എന്നിട്ട് ആദർശ് അതിൻ്റെ കൂടെ പറയുവാണ് ഇപ്പം നമ്മൾ അതിനേക്കാൾ വലിയൊരു രഹസ്യമാണ് ഒളിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കുന്ന പലരും എന്നെ വെറുക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ നിൻ്റെ ചേച്ചിയും ഒക്കെ. നവ്യ പോലും എന്നെ എപ്പോഴും കുറ്റം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുക. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് എന്തായാലും പോലീസ് ബുദ്ധി ഉള്ളതുകൊണ്ട് നന്ദു എന്നെ സംശയിച്ചിട്ടില്ല, അവൾ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ധൈര്യം നൽകാറുണ്ട്, അവളോടെങ്കിലും സത്യം പറയണം എന്ന് പറയുമ്പോൾ ഈ നയന പറയുവാണേ അതെ ഇനിയിപ്പോൾ എല്ലാവരോടും ഇതിങ്ങനെ പറഞ്ഞു നടക്കുമൊന്നും വേണ്ട, നന്ദു മനസ്സിലാക്കിയ പോലെ അമ്മ അങ്ങ് മനസ്സിലാക്കുവാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന്. ഇതുപോലൊരു സാധനം. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇതൊന്നും ആരും അറിയാതിരിക്കുന്നതുകൊണ്ട് തന്നെ നവ്യ മുത്തശ്ശനിൽ ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട്, അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ പരിഭവം പറഞ്ഞു. ഇനിയിപ്പം അവർക്ക് ഒരു കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് അവന് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാതിരിക്കാനും പറ്റിയല്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നല്ലൊരു മാനേജറെ അവിടെ വെക്കണം, അവനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അവനൊരു ബ്രാഞ്ച് കൊടുത്തു കഴിയുമ്പം ആ ബ്രാഞ്ചിലെ സ്വർണം പലപ്പോഴായിട്ട് കാണാതെ പോകുമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് പല സംശയങ്ങളും ഉണ്ട്, ഇപ്പം നമുക്ക് എതിരെ ഒരു സ്വർണ്ണക്കടത്ത് കേസ് വന്നിട്ടുണ്ടല്ലോ, അതിലും പ്രതി അവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, മുത്തശ്ശൻ എസ്ഐയോട് നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് അതിൻ്റെ അകത്ത് വലിയ ഉത്സാഹമൊന്നുമില്ല, ഒരു തണുത്ത മട്ടാണ്. ഇനിയിപ്പം എങ്ങനെയാണ് കേസ് വരുന്നത് എന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പണ്ട് തൊട്ടേ എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നത് അനിയാണ്. ശരിക്കും അവന് 3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവന് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാനവിടെ നല്ല കഴിവുള്ള മാനേജർമാരെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവൻ്റെ വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് അവൻ ഇങ്ങനെയായി പോയത്. അവൻ നന്ദുവിനെയാണ് വിവാഹം കഴിച്ചിരുന്നത് എങ്കിൽ ഓടി നടന്ന് എല്ലാം ചെയ്തേനെ. ഇതിപ്പം ജീവിതത്തിൽ ആകപ്പാടെ അവനൊരു നിരാശയാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് സമ്പാദിക്കുന്നത് എന്നൊരു തോന്നലാണ്, അതുകൊണ്ട് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതോർക്കുമ്പോഴും എനിക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരൂടെ വണ്ടി കയറി പോരുവാട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭി ഈ സംഭവം നടന്നു കഴിഞ്ഞതിൻ്റെ ദേഷ്യത്തോടെ നവ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് പറയുവാണ് നിൻ്റെ അനിയത്തിയും വല്യമ്മയും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായെന്ന്, അതുപോലെ നിൻ്റെ അനിയത്തിയാണ് വല്യമ്മയ്ക്ക് കരൾ കൊടുത്തതെന്ന്, അങ്ങനെ എന്തൊക്കെ സത്യങ്ങളാണ് അവർ മറച്ചു വെച്ചത്, എന്തൊക്കെ ഈ കുടുംബത്തിൽ നടക്കുന്നത് എന്ന് പോലും അറിയത്തില്ല, ഇവരൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങിയേക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അങ്ങ് കത്തി കയറുവാട്ടോ. അന്നേരം നവ്യ പറയുന്നുണ്ട് എടാ നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുമ്പം അഭി മനസ്സിലോർക്കുക ഓഹോ അറിയാമായിരുന്നോ, എങ്കിൽ നന്മമരമാകാനുള്ള
ഒരു നല്ല അവസരമാണ്, അത് കളഞ്ഞു കുളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അഭി ചോദിക്കുവാണ്, നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ, നിൻ്റെ പ്രസവത്തിന് മുമ്പേ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം വല്യമ്മ അറിഞ്ഞതിന് ശേഷം വല്യമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങിയായിരുന്നു, പിന്നെ നിന്നോട് ഇതെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് നിൻ്റെ അമ്മയോട് പറയും, അങ്ങനെ എല്ലാവരും അറിയും, അങ്ങനെ അറിയണ്ട എന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്ന് പറയുമ്പോഴേക്കും അഭി ആഹാ നീ അങ്ങനെയാണോ എന്നെ കരുതിയേക്കുന്നത്, എൻ്റെ അമ്മയുടെ സ്വഭാവം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ അമ്മ അറിയരുത് എന്ന് പറഞ്ഞൊരു സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആരോടും പറയില്ലായിരുന്നു, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിന്നെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചു എന്നിട്ടും നിനക്ക് എന്നിൽ വിശ്വാസമില്ല, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, നിൻ്റെ അടുത്ത് ഇനി ഞാൻ ഒരുപാട് നേരം ഇരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കത്തി കയറുക. അന്നേരം നവ്യ അയ്യോ എടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ, നീ വിഷമിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല നവ്യ, ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളുമില്ല, എൻ്റെ ഹൃദയം ഞാനിങ്ങനെ തുറന്നിട്ടേക്കുവാണ്, ഇതിനു മുമ്പ് ഞാൻ പല തെറ്റും ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ആദർശിനെ പോലെയുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അയാൾ എത്ര വർഷം ഒരു പെൺകുട്ടിയെ ചതിച്ചത്, എന്നിട്ട് ആ കാര്യം മറച്ചു വെച്ച് നിൻ്റെ അനിയത്തി വിവാഹം കഴിച്ചു, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ലല്ലോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാം, അല്ലാതെ ഇങ്ങനെ മറച്ചു പിടിച്ച് ഞാൻ കളിക്കാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ എന്നോട് കാണിച്ച ഈ ചതി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഇനി നിന്നെ എനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ തമ്മിലാണ് ഒരു മനപ്പൊരുത്തം വേണ്ടത്, എന്ത് കാര്യവും പരസ്പരം ഷെയർ ചെയ്യേണ്ടത്, അത് നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് അഭി പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുവാണ് നവ്യ. പിന്നെ കാണിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പാണ്. അവിടെ നന്ദുവിനോട് വന്നിട്ട് ട്രെയിനർ പറയുന്നുണ്ട്, നീ ഇന്നലെ ചെയ്ത പ്രവൃത്തി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതിനുള്ള പണി ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, സാർ എന്തിനാണ് എന്നെ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നത് എന്ന് എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ സാറിന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേരെ, ഞാൻ റൂമിലോട്ട് പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അതാ നല്ലത്, അപ്പോൾ എനിക്ക് പണി കുറയുമല്ലോ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഏതായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു സെൻഡ് ഓഫ് തരും, തോറ്റവർക്കുള്ള സെൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോവാട്ടോ. അന്നേരം തുഷാര ചോദിക്കുന്നുണ്ട്, ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയും പണി മേടിച്ച് കിട്ടുമല്ലോ നന്ദുന്ന്. നന്ദു പറയുന്നുണ്ട്, അങ്ങനെ പിന്മാറാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യും, അങ്ങനെ പേടിച്ച് പിന്മാറാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ പോലീസുകാരാകാൻ വേണ്ടി തീരുമാനിച്ചവരാണ്, അപ്പം നമ്മൾ നീതിക്കൊപ്പം നിൽക്കണം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയും കൂട്ടുകാരോട് സംസാരിക്കുന്ന, അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എടാ നീ അങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവൾക്കൊരു സൂചനയെങ്കിലും കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നുണ്ട്, അതുകൊണ്ടാണ് ചെന്നത്, പക്ഷേ അവളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, ആ ട്രെയിനർ അവളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അയാളൊരു തരികിടയാണെന്നാണ് തോന്നുന്നത് എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. അന്നേരമാണ് നന്ദു അനിയെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, നിനക്കിപ്പോൾ സമാധാനമായില്ലേ, എന്നെ അയാൾ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്നെ കണ്ടുകൂടായിരുന്നു, ഇപ്പം എല്ലാം നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം നിനക്കിങ്ങനെയൊക്കെ കാണിച്ചാൽ മതി, എൻ്റെ ജീവിതം തോലയ്ക്കാൻ വേണ്ടി നീ എൻ്റെ കൂടെ കൂടിയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിഷമത്തോടെ അത് കേട്ട് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.